Hello friends, welcome to MKoding. So, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ്. സോ പൈത്തൺ പ്രോഗ്രാമിങ്ങിനെ ഞാൻ ചെയ്യാൻ പോകുന്നത് പാസ്വേഡ് ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. സോ പാസ്വേഡ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഒരു സപ്പോസ് ഇപ്പം നമുക്ക് ഒരു വെബ്സൈറ്റിൽ ഒരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ സൈൻ അപ്പ് ചെയ്യുമ്പോൾ നമ്മളെ എല്ലാ ഡീറ്റെയിൽസ് കൊടുക്കും. നമ്മുടെ മൊബൈൽ നമ്പർ ചിലപ്പോൾ അല്ലെങ്കിൽ മെയില് അങ്ങനെ കൊടുക്കും. അപ്പം നമുക്ക് അതിനകത്ത് പാസ്വേഡ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെല്ലാം രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മുടെ മെയിലിലോട്ട് അയക്കും. അപ്പോൾ അവർ നമ്മുടെ മെയിലിൽ അയക്കുമ്പോൾ നമുക്കൊരു റാൻഡം ആയിട്ടുള്ള ഒരു പാസ്വേഡ് ആയിരിക്കും തരുന്നത്. സോ ഈ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ അത് അവർ ക്രിയേറ്റ് ചെയ്തതല്ല, അത് മെഷീനായി ക്രിയേറ്റ് ചെയ്ത അത് റാൻഡം ആയിട്ടുള്ള ക്രിയേറ്റ് ചെയ്ത ഒരു പാസ്വേഡാണ്. സോ അതെങ്ങനെയാണ് ആ പാസ്വേഡ് ജനറേറ്റ് ചെയ്യുക, അത് ഞാൻ ഇതിനകത്ത് പറയാൻ പോവുകയാണ്. ഓക്കെ, സോ പാസ്വേഡ് ജനറേറ്റർ ആണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. വളരെ സിമ്പിളാണ്, ആകെ കുറച്ച് സ്റ്റെപ്പേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, സോ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഇമ്പോർട്ട് റാൻഡം എന്ന് പറഞ്ഞൊരു ലൈബ്രറി. ഓക്കെ, സോ റാൻഡം എന്ന് പറയുന്നത് വേറൊന്നല്ല, റാൻഡം എന്ന് പറയുന്നത് നമുക്ക് ഒരു നമ്പർ ആവാം, അല്ലെങ്കിൽ ലെറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ സിമ്പിൾസ് ആവാം. അതിനെ നമുക്കൊരു റാൻഡം ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്, ഒരു ലൈബ്രറിയാണ് റാൻഡം. സോ ഇതിനകത്ത് ഞാൻ റാൻഡം ഇമ്പോർട്ട് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിനകത്ത് ലോവർ ലെറ്റേഴ്സ്. സോ ലോവർ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു അതിനകത്ത് ഞാൻ A to Z എന്ന് പറഞ്ഞ സ്മോൾ ലെറ്റേഴ്സ് ആണ്. ABCDEFGHIJKLMNOPQRSTUVWXYZ. ഓക്കെ, സോ A to Z എന്ന് പറഞ്ഞൊരു സ്മോൾ ലെറ്റേഴ്സ് ഞാനത് ഒരു വേരിയബിൾ ലോവർ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു വേരിയബിളിനകത്ത് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് അപ്പർ ലെറ്റേഴ്സും കൂടെയാണ്. ഓക്കെ, അപ്പർ letters is equal to, അത് നമുക്ക് ക്യാപ്സ് ആണ്, സെയിം തന്നെയാണ്, പക്ഷേ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ABCDEFGHIJKLMNOPQRSTUVWXYZ. ഓക്കെ, സോ നമുക്ക് ലെറ്റേഴ്സ് ഉണ്ട്, അപ്പർ ലെറ്റേഴ്സ് ഉണ്ട്, ലോവർ ലെറ്റേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് നമ്പേഴ്സ്, ഇനി അടുത്ത വേണ്ടത് നമുക്ക് നമ്പേഴ്സ് ആണ്. ഇത് നമ്പേഴ്സ് സ്മോൾ ലെറ്റേഴ്സിലാക്കാം. നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു, അത് നമുക്കൊരു സ്ട്രിങ്ങിനകത്താക്കാം. ഓക്കെ, 0 1 2 3 4 5 6 7 8 9. ഓക്കെ, സോ 0 to 9 വരെ ഇതിനകത്തുണ്ട്. വേണമെങ്കിൽ നമുക്ക് അടുത്തത് വേണമെങ്കിൽ ചെയ്യാം. സിമ്പിൾസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ഇപ്പോൾ #, ഡോളർ അങ്ങനെ കൊടുക്കാം. പക്ഷെ നമുക്ക് ഇപ്പോൾ അത് തൽക്കാലം അത് വേണ്ട, ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, സോ നമുക്ക് ലോവർ ലെറ്റേഴ്സ് ഉണ്ട്, ഒരു അപ്പർ ലെറ്റേഴ്സ് ഉണ്ട്, പിന്നെ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 3 ലെറ്റേഴ്സും കൂടെ ആഡ് ചെയ്യണം. അപ്പം ഞാൻ ടോട്ടൽ ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ലോവർ ലെറ്റേഴ്സ് പ്ലസ് upper letters plus number. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒരു കമ്പൈൻഡ് ആവും. അതായത് ഇത് എല്ലാം ആഡ് ചെയ്ത് ഇത് ഒരൊറ്റ സ്ട്രിങ് ആയിട്ടാണ് ടോട്ടലായിട്ട് വരുന്നത്. ഈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഈ 3 കൂടെ കമ്പൈൻ ചെയ്ത് വരും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പാസ്വേഡ്. നമുക്ക് വേണ്ടത് പാസ്വേഡാണ്, ജനറേറ്റഡ് പാസ്വേഡ് എന്ന് പറയും. gen_password എന്ന് പറയുന്നത് സ്ട്രിങ് ഡോട്ട് ജോയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ട്രിങ്സ് മൊത്തം എല്ലാം ഇവിടെ ജോയിൻ ചെയ്യും. ഓക്കെ, ജോയിൻ, അതിനകത്ത് നമുക്ക് ജോയിനകത്ത് ബ്രാക്കറ്റ് ആണ്, അതിനകത്ത് ഒരു IEEE സ്ട്രിങ് ആയിരിക്കും. സോ സ്ട്രിങ് എന്ന് പറയുമ്പോൾ നമുക്ക് റാൻഡം ആയിട്ട് വേണം അല്ലേ. ഓക്കെ, സോ അപ്പോൾ റാൻഡം ഡോട്ട് സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു റാൻഡമിനകത്ത് ലൈബ്രറിക്കകത്ത് നമ്മളൊരു സാമ്പിൾ എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ ഉണ്ട്.
അപ്പോൾ സാമ്പിളിനകത്ത് നമുക്ക് ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പോപ്പുലേഷൻ, അതായത് നമ്മുടെ ലെറ്റേഴ്സ് ടോട്ടൽ കോമ കെ അത് കഴിഞ്ഞ് കൗണ്ടാണ്. അപ്പോൾ സാമ്പിളിനകത്ത് അപ്പോൾ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ. ഓക്കെ, അതായത് ഈ ജോയിൻ ചെയ്ത ലെറ്റേഴ്സ് പ്ലസ് കോമ നമുക്ക് എത്രയാണ് നമ്മുടെ പാസ്വേഡിന്റെ ലെങ്ത്, നമുക്ക് 7 വേണോ 8 വേണോ 9. ചില പാസ്വേഡ് നമുക്കറിയാം, നമുക്ക് മിനിമം 8 ക്യാരക്ടേഴ്സ് എങ്കിലും വേണം, അല്ലെങ്കിൽ 8 കൂടുതൽ, അല്ലെങ്കിൽ മാക്സിമം 8 വരെയുള്ളൂ, 8 to 15 അല്ലെങ്കിൽ 15 കൂടുതൽ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഒരു 8 തന്നെ ഇട്ടാം. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ടത് റാൻഡം പാസ്വേഡ്. ഈ പാസ്വേഡ് മൊത്തം കമ്പൈൻഡ് ആണ്. സോ ഈ പാസ്വേഡ് നമ്മൾ റാൻഡമായിട്ട് എടുത്ത് അത് 8 വരെ, അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 8 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇനി ഔട്ട്പുട്ട് വരുത്തണം. ഓക്കെ, സോ ഔട്ട്പുട്ട് വരുത്തണമെങ്കിൽ വേറെ ഒന്നല്ല, ദ പാസ്വേഡ് ജനറേറ്റഡ് ഈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കോളം കൊടുത്തിട്ട് കോമ ജെൻ പാസ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ ഒന്നേന്ന് പറയാം. നമ്മളൊരു റാൻഡം എന്ന് പറഞ്ഞൊരു ലൈബ്രറി നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. നമുക്ക് അതെന്ന് വെച്ചാൽ ഒരു ജനറേറ്റർ അല്ലെങ്കിൽ ഒരു പാസ്വേഡ് നമ്മൾ ഇട്ട് നമുക്ക് റാൻഡമായിട്ട് വാല്യൂസ് വേണം. ഇപ്പോൾ റാൻഡമായിട്ട് വാല്യൂസ് വേണമെങ്കിൽ ഞാൻ ലോവർ ലെറ്റേഴ്സ് ഉണ്ട്, അപ്പർ ലെറ്റേഴ്സ് ഇട്ടിട്ടുണ്ട്, നമ്പേഴ്സ്, അത് കൂടാതെ നമുക്ക് സിമ്പിൾസും ഒക്കെ ആഡ് ചെയ്യാം. പക്ഷെ തൽക്കാലം നമ്മൾ 3 വേരിയബിൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കൂടെ സം ചെയ്യും. എന്നിട്ട് സം ചെയ്തിട്ട് ഇതിനെ കൺകാറ്റിനേറ്റ് ചെയ്യും. ആ കൺകാറ്റിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിന് ജോയിൻ ചെയ്യും, സ്ട്രിങ് വഴി ഇതിനെ ജോയിൻ ചെയ്ത് എങ്ങനെയാന്ന് പറഞ്ഞാൽ റാൻഡം ഡോട്ട് സാമ്പിൾ ടോട്ടൽ കോമ 8. ഓക്കെ, റാൻഡം എന്ന് പറഞ്ഞാൽ സാമ്പിളിനകത്ത് നമ്മൾ ടോട്ടൽ, അതായത് ഈ സം ചെയ്ത ലെറ്റേഴ്സും പിന്നെ പാസ്വേഡിൻ്റെ ലെങ്ത് 8 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ജനറേറ്റ് ചെയ്ത് വരുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത് 8 ആയിരിക്കും. അപ്പോൾ എൻ്റെ ഔട്ട്പുട്ടിൽ ഞാൻ കൊടുത്തു. ഇനി നമുക്കിതിന് റൺ ചെയ്യും. കണ്ടോ, അതിനകത്ത് എഴുതിയിട്ടുണ്ട് ദ പാസ്വേഡ് ജനറേറ്റഡ് ഈസ് HWITBCAL 1 2 3 4 5 6 7 8. ടോട്ടൽ 8 ലെറ്റേഴ്സ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് അടുത്തൊരു ZUSMSNQMC എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ വേണമെങ്കിൽ എനിക്ക് ലെങ്ത് വേണമെങ്കിൽ മാറ്റാം. ലെങ്ത് മാറ്റിയിട്ട് CLS ക്ലിയർ ചെയ്ത് നോക്കാം. 12 എന്ന് പറഞ്ഞ ലെങ്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് റാൻഡം പാസ്വേഡ് വന്നത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ മെയിലിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡീഫോൾട്ട്, അതായത് അവർ ജനറേറ്റ് ചെയ്ത് തന്ന പാസ്വേഡ് നമുക്ക് തരും. എന്നിട്ട് ആ പാസ്വേഡ് നമ്മൾ യൂസ് ചെയ്ത് നമ്മുടേതായിട്ട് ഒരു പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പാസ്വേഡ് ജനറേറ്റ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളാണ്, വളരെ ഭയങ്കര എന്താ പറയുക, ഒരു കോംപ്ലിക്കേറ്റഡ് അല്ല. സോ ഇത് നമുക്ക് പൈത്തണിനകത്ത് ഭയങ്കര എളുപ്പമാണ് ഈ ഒരു പാസ്വേഡ് ജനറേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനകത്ത് ഇടുക. സോ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.